ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നൈറ്റി ഫ്രോക്ക് കട്ടിങ് ആയിട്ടാണ്. നൈറ്റി തുണിയിൽ നമുക്ക് ഒരു ഫ്രോക്ക് നൈറ്റി എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നാണ്. ആദ്യം നമ്മൾ തുണി നീളത്തിൽ 4ആയിട്ട് മടക്കിയിട്ടു. എന്നിട്ട് നമ്മൾ മുകളിലായിട്ട് ഷോൾഡർ 7 ഇഞ്ചും അതുപോലെ തന്നെ ആം ഹോൾ 7 ഇഞ്ചും ആയിട്ട് നമ്മൾ അടയാളപ്പെടുത്തി. അതിനുശേഷം നമ്മൾ നമ്മുടെ ചെസ്റ്റ് അളവായ എത്രയാണോ നമ്മുടെ ചെസ്റ്റ് അളവ് അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ അത് അടയാളപ്പെടുത്തുക. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീവിങ് അലവൻസ് ആയിട്ട് നമ്മൾ അതും അടയാളപ്പെടുത്തി. ഇനി നമ്മൾ ഒരു സ്കെയിൽ വെച്ചിട്ട് ഒരു ബോക്സ് പോലെ നമ്മൾ ആം ഹോളിൻ്റെ കർവ് വരയ്ക്കാനായിട്ട് ഷേപ്പ് ചെയ്യണം. ആം ഹോൾ കർവ് വരയ്ക്കാനായിട്ട് നമ്മൾ ആ ലെങ്ത്തിൻ്റെ പകുതി അടയാളപ്പെടുത്തി ഒരു ഷേപ്പർ ഉപയോഗിച്ചിട്ട് അത് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഷേപ്പാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഷേപ്പാണ് നമ്മൾ എടുക്കുന്നത്. അത് എത്രയാണോ നമുക്ക് വേണ്ടത്, എനിക്കിപ്പോൾ 7 ഇഞ്ചാണ്, അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി തയ്യൽ തുമ്പ് 1 ഇഞ്ചും കൂടി കൂട്ടി 9 ഇഞ്ചിൽ ഞാനിവിടെ അടയാളപ്പെടുത്തി. ഇനി നമ്മൾ ഹിപ്പ് അല്ലെങ്കിൽ സ്ലിറ്റ് വരുന്ന ഭാഗം നമ്മൾ 21 ഇഞ്ചിൽ അടയാളപ്പെടുത്തി. നമ്മൾ സ്ലിറ്റിന് വേണ്ടി അടയാളപ്പെടുത്തിയ ഭാഗത്ത് 11 ഇഞ്ചും അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി നമ്മൾ അവിടെ ഷേപ്പ് ചെയ്തെടുത്തു. നമ്മുടെ ലെങ്ത്ത് വരുന്ന 38 ഇഞ്ചാണ്. ബാലൻസ് ഉള്ള പീസാണ് നമ്മുടെ ഫ്രില്ലിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. 3 ഇഞ്ച് വിഡ്ത്തും 5.25 ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത്ത് ഇറക്കമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സ്ക്വയർ നെക്കാണ് ഫ്രണ്ടിൽ, ബാക്ക് നെക്ക് നമ്മൾ 3.5 ഇഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത്. അതിന് നമുക്കൊരു റൗണ്ട് ഷേപ്പ് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഷോൾഡർ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്ക് മാറ്റിയിട്ട് ഫ്രണ്ട് പീസ് മാത്രം എടുത്ത് നമുക്ക് ഫ്രണ്ടിൻ്റെ നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിന് ശേഷം നമുക്ക് ഫ്രില്ലിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഫ്രിൽ പീസ് എത്രയാണോ എന്ന് വെച്ചാൽ അതിനെ 2ആക്കി മടക്കി അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് 5 ഇഞ്ചും വീതി വരുന്നത് 12 ഇഞ്ചുമാണ്. പഫാണ് ഞാനിവിടെ സ്ലീവിന് നൽകുന്നത്, ചെറിയൊരു പഫ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സ്ലീവിൻ്റെ വീതി എത്രയാണോ നമ്മൾ എടുക്കാറ് ആ ലെങ്ത്ത് മാത്രം എടുത്തതിന് ശേഷം ബാലൻസ് വരുന്ന പീസിലാണ് നമ്മൾ ഫ്രില്ല് വയ്ക്കുന്നത്. എന്നിട്ട് നമുക്ക് സ്ലീവിൻ്റെ ഷേപ്പ് വരച്ച് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മളുടെ ബോഡി പാർട്സൊക്കെ ശരിയായിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കഴുത്തടിക്കാനായിട്ട് ഒരു സ്ക്വയർ പീസും ഒരു ക്രോസ് പീസുമാണ് വേണ്ടത്. സ്ക്വയർ പീസ് എടുത്തിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് അടിച്ച് മറച്ചെടുക്കാം. അപ്പോൾ നല്ല വശവും ഫേസിങ് ആയിട്ട് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് അടിച്ചെടുത്ത് മറച്ചിട്ട് ഒരു പതിച്ചടി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ബാക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ബാക്കിന് നമ്മൾ ക്രോസ് പീസ് ഒരെണ്ണം വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു, അതിനെ വെച്ച് മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഷോൾഡർ ജോയിങ് ആണ് ചെയ്യുന്നത്. ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് ബാക്ക് വശത്തിൻ്റെ മീതെ നമ്മുടെ ഫ്രണ്ട് വശം നല്ല പുറം ഒരുമിച്ച് വെച്ച് ആ നെക്കിൻ്റെ ഉള്ളിലോട്ട് കയറ്റി നമ്മൾ 2 സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഷോൾഡർ ഇപ്പോൾ നമ്മളത് ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്ക് നെക്ക് ഒന്ന് പതിച്ചടിക്കണം. അതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മൾ സ്ലീവാണ് ജോയിൻ ചെയ്യുന്നത്. സ്ലീവ് ജോയിൻ ചെയ്യാനായിട്ട് സ്ലീവ് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അത് 2 സ്ലീവിൽ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ സ്ലീവ് ജോയിൻ ചെയ്തു. ഇനിയിപ്പോൾ അധികം കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ഫ്രില്ല് വയ്ക്കാം. ഫ്രില്ല് വയ്ക്കാൻ ആദ്യം നമ്മൾ ഫ്രില്ല് ഒന്ന് ഞൊറിഞ്ഞ് എടുക്കണം. ഫ്രില്ലിട്ട്
അപ്പോൾ ഇങ്ങനെ ഒരു 3/4 ഇഞ്ച് വീതിയിലുള്ള ഫ്രിൽസ് ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ 2 സൈഡിൽ 2 പീസായിട്ട് കിട്ടും. അത് നമ്മൾ ഞൊറിഞ്ഞെടുക്കുക. ഇത് നമ്മൾ നമ്മുടെ നൈറ്റിയിലേക്ക് അറ്റാച്ച് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇങ്ങനെയാണ് വരുന്നത്. ഇനി വേറൊന്നുമില്ല, നമുക്കിതൊന്ന് ഫുള്ളൊന്ന് ജോയിൻ ചെയ്ത് സൈഡ് അടിച്ചെടുക്കാം. സൈഡ് അടിച്ചിട്ട് നമ്മൾ അടിവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്താൽ നമ്മളുടെ ഫ്രോക്ക് നൈറ്റിയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. വളരെ സിമ്പിളായ ഒരു നൈറ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.